ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ചെയ്യാം. നിഫ്റ്റിയുടെ ഒരു ചെറിയ അനാലിസിസ്, ചാർട്ടുകൾ ഇൻഡിക്കേറ്ററുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ പഠനം അത് ഷെയർ ചെയ്യാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതെൻ്റെ വ്യൂ മാത്രമാണ്. എല്ലാവരും ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 0.618 ഫിമോനാഷിയുടെ അവിടെ നിന്ന് നിൽക്കേണ്ടത് 0.5 വരെ എത്തി. 786 ആണ് അവിടെ നിന്ന് റിവേഴ്സലിൻ്റെ പോയിന്റ്. പക്ഷേ അവിടെ നമ്മൾ ഏതൊരു വണ്ടി ആയാലും ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10-200 പോയിന്റ് താഴെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഇവിടെ കുത്തിയിട്ട് ഏകദേശം 500-550 റേഞ്ചിൽ കുത്തിയിട്ട് തിരിച്ചതിൻ്റെ ട്രെൻഡ് തിരിയണം. അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് നിൽക്കാണ്ട് ഏകദേശം 21-200 ആ ഒരു റേഞ്ചിൽ വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അത് നിൽക്കും തന്നെ വിചാരിക്കണം. അപ്പോൾ നിഫ്റ്റിയുടെ ഇൻഡെക്സിലും മിഡ് ക്യാപ്പ് 150 അതുപോലെ നിഫ്റ്റി 500 ചാർട്ടിലൊക്കെ ഒരു പ്രത്യേക ഓരോ പാറ്റേണുകൾ ഫോം ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എലിയോട്ട് വേവിൻ്റെ ഇത് കാണിച്ചു തരാം. എലിയോട്ട് വേവിൻ്റെ ചാർട്ട് പോണ ഒരു രീതിയാണിത്. അവസാനം ഒരു ടോപ്പിൽ വന്നതിന് ശേഷം അത് റിവേഴ്സലടിച്ച് പിന്നെ ഒരു ചെറിയൊരു റൺ കാണിച്ച് പിന്നെ വീണ്ടും ഒരു റിവേഴ്സലടിച്ച് പിന്നെ ഇവിടെ നിന്നായിരിക്കും ഒരു ഷാർപ്പ് റിക്കവറി ഉണ്ടാവുക. അതായത് ഒരു ലോങ് റണ്ണിന് തയ്യാറെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് അത്. അതാണ് തിയറിയിൽ പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കർ കൊണ്ട് വരച്ച് കാണിക്കാം, ബ്രഷ് കൊണ്ട് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ നോക്കാം, നിഫ്റ്റിയുടെ നോക്കുക കേട്ടോ. നിഫ്റ്റിയുടെ കണ്ട ഇത് ഒരു എലിയോട്ടിൻ്റെ ആദ്യത്തെ ഒരു വേവ് വന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ താന്നു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഒരു ചെറിയൊരു വേവ് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ടോപ്പിലെത്തി. അപ്പോൾ ഇവിടെ ആയിരിക്കും 5 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്പർ വന്നിട്ടുണ്ടാവുക. ഇവിടെ കാണാം നിങ്ങൾക്ക് 5 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കാണാം. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, ഇതേപോലെ കറക്റ്റ് ആവണമെന്നില്ല. അങ്ങോട്ട് കയറി ഇറങ്ങി പോകട്ടോ. ഓക്കെ, അതിനുശേഷം പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചതിന് ശേഷം ഇവിടെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, പിന്നെ വീണ്ടും ഒരു ഷാർപ്പായിട്ടൊരു ഡൗൺ ട്രെൻഡ് അടിച്ചു. അതിനുശേഷം പിന്നെ ചെറിയൊരു ബി ഫോർമാറ്റ് ചെയ്തു. ഇപ്പം സിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിയുടെ അവസാനം ഏകദേശം ഒരു 786 ഫിമോനാഷിയിലായിരിക്കും. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഷാർപ്പ് റിക്കവറി ആയിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ തിയറി പ്രകാരം പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പം ഞാൻ ഇത്തിരി വലുതാക്കിയിട്ട് കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഏകദേശം 1 A B 1 2 3 4 5 പിന്നെ ഒരു ഷാർപ്പ് നല്ലൊരു കറക്ഷൻ വന്നു, പിന്നെ മുകളിലായിട്ട് ഇങ്ങനെ വന്നു. ഇപ്പം നോക്കുക എലിയോട്ട് വേവിൻ്റെ ആ ഒരു പാറ്റേണും കൂടിയും നിങ്ങൾ നോക്കി നോക്കുക. ഇതാണ് എലിയോട്ട് വേവ് തിയറി. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പഠിക്കാനുള്ള നിങ്ങളുടെ ഒരു അവസരമാണിത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇതൊക്കെ മാച്ച് കളയാണ്. ഇതുപോലെ തന്നെ ഒരു ബുള്ളിഷ് ഗാറ്റ്ലി പാറ്റേൺ, അതായത് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം കണ്ട, ഇതൊക്കെ ഒരു റിവേഴ്സൽ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൻ്റെ ട്രെൻഡ് തിരിയാനായിട്ടുള്ള ഒരു ഹാർമോണിക് പാറ്റേൺ ആണ്. അതിൽ ബുള്ളിഷ് ഷാർക്ക്, ഗാറ്റ്ലി, ഇങ്ങനെ പല പല പാറ്റേണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 100ൻ്റെ ഇതിൻ്റെ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ചെറുതാക്കാണ്. ഇതിൽ തന്നെ വരച്ച് കാണിക്കാം. ഞാൻ നല്ല ഭംഗിയിൽ വരച്ച് ഇതാക്കണില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഒരു ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇതിൻ്റെ അവസാനം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം 786 786 ഏകദേശം വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു നമ്പർ 22,600 550 ആ ഒരു റേഞ്ചിലായിരിക്കും. ഇനിയിപ്പോൾ താഴെ പെട്ടെന്ന് ഒരു ഇതേപോലത്തെ മാർക്കറ്റ് അവസരങ്ങളിൽ താഴെ വന്ന് പോയാൽ പോലും പിന്നെ ഈ ഒരു റേഞ്ച് നമ്മൾ പിടിച്ചാൽ മതി. അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ പിന്നെ തിരിച്ചു പോവുക. അപ്പോൾ ഇതിൽ ഇതേപോലെ ഒരു ഇങ്ങനെ ഒരു ഇത് വരും. പിന്നെ അതേപോലെ തന്നെ അതിൽ വരച്ച പോലെ ഇങ്ങനെ ചിലപ്പോൾ കുറച്ചും കൂടി ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരയുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പാറ്റേൺ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ലോങ്ങിലേക്ക് അത് സാധ്യത നമ്മൾ കാണുന്നത് എപ്പോഴും മുകളിലേക്കാണെന്ന് മാത്രം. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പല പല ഇങ്ങനത്തെ പാറ്റേണുകൾ കാര്യങ്ങളൊക്കെ കാണും, നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ള അവസരമാണ്. കണ്ട ഇതേപോലെയൊക്കെ വന്നിട്ട് തിരിച്ചു വിടുന്ന ആ ഒരു പോയിന്റിന് കയറുന്നത്. അപ്പോൾ കണ്ട ഇവിടെ താഴെ ഇവിടെ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരെ വരാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ വരെ വരാം, വന്നിട്ടായിരിക്കാം ചിലപ്പോൾ തിരിച്ചു പോണത്. അതൊക്കെ ഒരു അവസരങ്ങളുടെ, അതായത് മാർക്കറ്റിൽ നടക്കുന്ന മാറ്റങ്ങളുടെ ഇതിനനുസരിച്ചിരിക്കും. എന്നാലും ലോങ്ങിലേക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഏകദേശം നിഫ്റ്റിയുടെ 500ൽ ഇതേപോലെ തന്നെ ഫിബൊനാച്ചി ഞാൻ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്യാം.
മാർക്കർ കൊണ്ട് വരച്ചുതരാം. ഒരു ഡൈവർജൻസ് വന്നു, ഇതേപോലെ തന്നെ അടിയിൽ നിന്ന് താന്നു, പിന്നെ നേരെ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഇനി നമുക്ക് ഇതാണ് കിട്ടാനുള്ളത്, ഈ അടിഭാഗം. ഇവിടെ നിന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ച് ഇത് റിവേഴ്സലായിട്ട് പോകും. ഈ മിഡ് ക്യാപ്പിൻ്റെ 150യിലും ഏകദേശം ഇതേപോലെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, നിഫ്റ്റി ഒരു 10-12% ഇടിഞ്ഞ സമയത്തും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അത്ര തന്നെയാണ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇരട്ടി ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കറക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചു വരും. നല്ല സ്റ്റോക്കുകൾ, നല്ല ഫണ്ടമെൻ്റലി സ്റ്റോക്കുകൾ, റിസൾട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം പോണത് നിഫ്റ്റിയുടെ 50 ഇൻഡെക്സ് ആയിരിക്കും. അതുകൊണ്ട് ലാർജ് ക്യാപ്പുകളോ നിഫ്റ്റി ബീസോ ഒക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു റിട്ടേൺ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് വീഡിയോ. ഉണ്ട് എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.